ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിലെ തേർഡ് മൊഡ്യൂളായ വർക്ക് എനർജി ആൻഡ് പവർ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ യൂണിഫോം കേബിൾ ഓഫ് മാസ് m ആൻഡ് ലെങ്ത് l ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് such that its 1/nth part is hanging below the edge of the surface. To lift the hanging part of the cable up to the surface, the work done should be given options. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഈ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് കേബിൾ. ഒരു ടേബിൾ ടോപ്പുമ്മേ ഈ കേബിൾ 1/nth ഓഫ് ദ ടോട്ടൽ ലെങ്ത് വെർട്ടിക്കലായിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഇതൊക്കെ നോക്കാം. മാസ് ഓഫ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ m ആണ് തന്നിരിക്കുന്നത്, ക്യാപിറ്റൽ M. അപ്പോൾ മാസ് ഓഫ് 1/n ഓഫ് കേബിൾ എത്രയായിരിക്കും? m/n ആവില്ലേ? m/n എന്നത് 1/nth ഓഫ് ദ കേബിളിൻ്റെ മാസ്, അതായത് ഈ ഒരു പാർട്ടിൻ്റെ മാസ്. ഇനി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ഹാങ്ങിങ് പാർട്ട്, അതായത് വെർട്ടിക്കലായി നിൽക്കുന്ന പാർട്ട്, സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? അതിൻ്റെ മിഡലിലായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എത്രയായിരിക്കും? l/2n. കാരണം l/n ആണ് അതിൻ്റെ ലെങ്ത്. 1/nth ഓഫ് ദ ടോട്ടൽ ലെങ്ത് l, അതാണ് l/n. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് l/2n ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷനായ mgh യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം? ഈ ലെങ്ത്തിൻ്റെ l/n എന്ന ലെങ്ത്തിൻ്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി mgh. ഇതിൽ മാസ് എന്താണ്? m/n. ഗ്രാവിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ -g. ഹൈറ്റ്, സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഹൈറ്റ് എത്ര? l/2n. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്താ കിട്ടും? -mgl/2n² വാല്യൂ കിട്ടും, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എത്ര വർക്ക് ഡൺ ആണ് ഈ മൊത്തം കേബിളിനെ ടേബിളിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവരാൻ. ഈ മൊത്തം കേബിളിനെ ടേബിളിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവന്നാൽ ആ പാർട്ടിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, നെറ്റ് വർക്ക് ഡൺ is equal to ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് വർക്ക് എനർജി തിയറത്തിലുള്ള ഒരു ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറഞ്ഞു. 0 മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, -mgl/2n². അപ്പോൾ ആൻസർ എന്ത് കിട്ടും? mgl/2n². ഇതായിരിക്കും നെറ്റ് വർക്ക് ഡൺ. ഇതേതാണ് ഓപ്ഷൻ? ഇതിൽ ഡി ഓപ്ഷൻ അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is moving with speed 2v and collides with the mass 2m moving with speed v in the same direction. After collision, the first mass is stopped completely while the second one splits into two particles each of mass m, which move at angle 45 with respect to the original direction. The speed of each of the moving particle will be given options. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? ഒരു ബോഡി വിത്ത് മാസ് m മൂവിങ് ഇൻ എ സ്പീഡ് 2v ഈസ് കൊളൈഡിങ് വിത്ത് എ ബോഡി വിത്ത് മാസ് 2m മൂവിങ് ഇൻ എ സ്പീഡ് v. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഈ കണ്ടീഷന് ഈ ബോഡി ഈ 2m മാസുള്ള ബോഡിയിലേക്ക് കൊളൈഡ് ചെയ്ത് ആ 2m മാസുള്ള ബോഡി 2m മാസുള്ള ബോഡിയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യണം വിത്ത് എ പെർട്ടിക്കുലർ വെലോസിറ്റി. നമ്മളതിനെ v' എന്ന് കൺസിഡർ ചെയ്യണം. അത് ഈ m ട്രാവൽ ചെയ്തിരുന്ന, അതായത് ഫസ്റ്റ് ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്തിരുന്ന ഡയറക്ഷനിൽ 45 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബോഡീൻ്റെ വെലോസിറ്റി എത്രയാണ്, ഈ രണ്ട് ബോഡീൻ്റെ വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം ഒരു കൊളീഷനിൽ രണ്ട് ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ലീനിയർ മൊമെൻറ്റം ആയിരിക്കും ഫൈനൽ കണ്ടീഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്കിതിനെ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ലീനിയർ മൊമെൻറ്റം എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. എല്ലാം ആക്സസ് ഓ പി മൊമെൻറ്റുമായിട്ട് കൺസിഡർ ഇനീഷ്യൽ കണ്ടീഷൻ m into 2v plus 2m into v. ഇതായിരിക്കും അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ലീനിയർ മൊമെൻറ്റം. ഇനി ഫൈനൽ കണ്ടീഷനിൽ എന്തായിരിക്കും? പി എഫ് ഈക്വൽ ഇവിടെ എന്തുണ്ട്? ഈ ബോഡി കൊളൈഡ് ചെയ്ത ശേഷം ഇതിന് മൊമെൻറ്റം എന്ത് ചെയ്തു? ലൂസ് ചെയ്തു. അപ്പോൾ 0 ആണ്. പ്ലസ് എം വി ഡാഷ് ആംഗിൾ ഫോം ചെയ്തുകൊണ്ട് കോസ് 45 കൊസൈൻ നമ്മൾ എടുക്കും. പിന്നെ ഈ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെയും കൺസിഡർ ചെയ്ത എം വി ഡാഷ് കോസ് 45. ഇതായിരിക്കും ഫൈനൽ കണ്ടീഷനിലുള്ള ലീനിയർ മൊമെൻറ്റം. ഇനി ഇത് രണ്ടും ഈക്വലാണ്, കാരണം ലീനിയർ മൊമെൻറ്റം എന്ത് ചെയ്തു? കൺസേർവ് ചെയ്തു, സെയിം ആയി. അപ്പോൾ എം ഇൻറ്റു 2v പ്ലസ് 2m into v equal to m v dash by root 2 plus m v dash by root 2. cos 45 ന്റെ വാല്യൂ 1 by root 2 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 2 ഉണ്ട്, m ഉണ്ട്, v ഉണ്ട്. അപ്പോൾ രണ്ടും ആഡ് ആവും, കാരണം മൂന്നിലും സെയിം വാല്യൂസ്. 4mv equal to 2mv dash by root 2 എന്ന്. ഇവിടെ m ക്യാൻസൽ ആവും, 2 4. അങ്ങനെ ഈ വി ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കും? വി ഡാഷിൻ്റെ വാല്യൂ ഈ റൂട്ട് 2 ഇപ്പുറത്ത് പോയാൽ 2√2 ഇൻറ്റു വി എന്ന ആൻസർ കിട്ടില്ലേ? എത്രാമത്തെ ഓപ്ഷൻ ഇതിൽ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 blocks A, B and C are lying on a smooth horizontal surface as shown in the figure. A and B have equal masses m while C has mass capital M. Block A is given an initial speed v towards B, due to which it collides with B perfectly inelastically. The combined mass collides with C also perfectly inelastically. 5/6 of the initial kinetic energy is lost in the whole process. What is the value of capital M by small m? Given 4 options and the figure shown. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? 3 ബ്ലോക്സ് ഉണ്ട്, എ ബി ആൻഡ് സി. എന് മാസ് എം, ബിന് മാസ് സെയിം തന്നെ എം, സിന് മാസ് ക്യാപിറ്റൽ എം. ഇനീഷ്യൽ കണ്ടീഷനിൽ എ എന്ന ബ്ലോക്ക് വിത്ത് വെലോസിറ്റി വി ബി എന്ന ബ്ലോക്കിലേക്ക് കൊളൈഡ് ചെയ്യണം. ആൻഡ് ദ കൊളീഷൻ ഈസ് ഇൻഎലാസ്റ്റിക് കൊളീഷൻ. ഇൻഎലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അതായത് മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. മൊമെൻറ്റം അവിടെ കൺസേർവ്ഡ് ആണ്. അതുമാത്രമല്ല, ഒരു ഒബ്ജക്റ്റ്, ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു വേറൊരു ഒബ്ജക്റ്റിലേക്ക് ഇൻഎലാസ്റ്റിക്കലി കൊളൈഡ് ചെയ്യുമ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റും പിന്നീട് മൂവ് ചെയ്യണത് ടുഗദർ ആയിരിക്കും, ഓൾ ടുഗദർ. അതായത് രണ്ട് ഒബ്ജക്റ്റും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷനിൽ എ ആണ് ബിയിലേക്ക് കൊളൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടീഷനിൽ ഈ രണ്ട് കമ്പൈൻഡ് ബ്ലോക്സ്, കമ്പൈൻഡ് മാസ് എന്ത് ചെയ്യണം? വി ഡാഷ് എന്ന വെലോസിറ്റിയിൽ സി എന്ന ബ്ലോക്കിലേക്ക് കൊളൈഡ് ചെയ്യുന്നു. സിമിലർ ഇൻഎലാസ്റ്റിക് കൊളീഷൻ. ഇനി തേർഡ് കണ്ടീഷനിൽ ഈ 3 ബ്ലോക്സും കമ്പൈൻഡ് ആയ മാസിൽ ഫൈനൽ വെലോസിറ്റി വി ഡബിൾ ഡാഷിൽ മൂവ് ചെയ്യണം. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ബൈ എം, ക്യാപിറ്റൽ എം ബൈ സ്മോൾ എം. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വാല്യൂ കാണാനാ. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഇൻഎലാസ്റ്റിക് കൊളീഷനായിട്ട് ഇനീഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കത് നോട്ട് ചെയ്യാം. ഇനീഷ്യൽ മൊമെൻറ്റം എത്ര?
എന്റെ മാത്രം മൊമെന്റമാണ് എം ബി. ദാറ്റ്സ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എം പ്ലസ് എം 2m പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി ഡബിൾ ഡാഷ്. ഇതാണ് ഫൈനൽ മൊമെന്റം. നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇൻഇലാസ്റ്റിക് കൊളീഷനായിട്ട് കൺസിഡേർഡ് ആണ് മൊമെന്റം. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ഫൈനൽ മൊമെന്റം എന്ന് കിട്ടി. ഇനി നമ്മൾ വി ഡാഷിനെ സെപ്പറേറ്റ് ചെയ്യാം. V dash would be equal to mv by 2m plus capital M. ഇതിന് ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ദ 3 blocks ഈസ് റെഡ്യൂസ്ഡ് ബൈ 5/6. അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിന്ന് 5/6 ഫൈനൽ കൈനറ്റിക് എനർജി എത്തുമ്പോഴേക്കും കുറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് നോക്കാം. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര ആയിരിക്കും ഇതിൽ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എ എന്ന ബ്ലോക്കിന് മാത്രം കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഇൻ ഇനീഷ്യൽ കണ്ടീഷൻ would be half mv², അതായത് മാസ് ഓഫ് എ, വെലോസിറ്റി ഓഫ് എ. ഇനി ഫൈനൽ കൈനറ്റിക് എനർജിയോ അത് ഈ 3 കമ്പൈൻഡ് മാസസിന്റെയും ഈ വെലോസിറ്റി വി ഡബിൾ ഡാഷിന്റെയും കൂടിയുള്ള കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 2m പ്ലസ് m ഇൻറ്റു വി ഡബിൾ ഡാഷ് ഹോൾ സ്ക്വയർ. ഇതായിരിക്കും ഫൈനൽ കൈനറ്റിക് എനർജി. ഇനി വി ഡബിൾ ഡാഷിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് മൊമെന്റത്തിൽ. വി ഡബിൾ ഡാഷിന്റെ വാല്യൂ എന്താ? mv/2m പ്ലസ് m. അത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആണെങ്കിൽ നമ്മൾ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2 നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2m പ്ലസ് m. വി ഡബിൾ ഡാഷ് എന്താണ്? mv m²v² ബൈ 2m പ്ലസ് m ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. നമ്മൾ ഇതിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 2m പ്ലസ് m ക്യാൻസൽ ചെയ്ത ഈ സ്ക്വയർ വാല്യൂ ക്യാൻസൽ ആവും. നമുക്ക് എന്ത് വാല്യൂ കിട്ടി? m²v² ബൈ ഹാഫ് ഇൻറ്റു 2m പ്ലസ് m എന്ന ആൻസർ കിട്ടി. ഇത് നമ്മൾ ഇക്വേഷൻ ഇത് ഇക്വേഷൻ 2 ആണ്. ഇത് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് നമ്മൾ ഇക്വേഷൻ 4 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ ഫൈനൽ കൈനറ്റിക് എനർജിനെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുമായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഡിവൈഡ് ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 4. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, ഒരു ടേം. ആ ടേം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ ഓഫ് m/m കാണാൻ പോകുന്നത്. അപ്പോൾ KE ഫൈനൽ ബൈ KE ഇനീഷ്യൽ. KE ഫൈനൽ എന്താണ്? ഹാഫ് m²v² ബൈ 2m പ്ലസ് m ഡിവൈഡ് ബൈ ഇനീഷ്യൽ എന്താണ്? ഹാഫ് mv². ഇവിടെ ഹാഫ് ക്യാൻസൽ ആവും, v² ക്യാൻസൽ ആവും, m-ഉം m² ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് ഇതിൻ്റെ വാല്യൂ കിട്ടും? KE ഫൈനൽ ബൈ KE ഇനീഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? m/2m പ്ലസ് m എന്ന് കിട്ടില്ല. ഇത് നമുക്ക് ഇക്വേഷൻ A ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജിന്ന് 5/6 ലോസ്റ്റ് ആണ് എന്ത്? ഫൈനൽ കൈനറ്റിക് എനർജിയിലേക്ക് വരുമ്പോൾ. അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിൻ്റെ എത്രത്തോളം ഉള്ളോ ഫൈനൽ കൈനറ്റിക് എനർജി 1/6 ഉള്ളൂ, ബാക്കി 5/6 ലോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് റെപ്രസെന്റ് ചെയ്യാം? കൈനറ്റിക് എനർജി ഫൈനൽ നമുക്ക് 1/6 ഓഫ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഫൈനൽ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈക്വൽ ടു 1/6 ആയിട്ട് ഇക്വേഷൻ B ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി കൈനറ്റിക് എനർജി ഫൈനൽ ബൈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് m/2m
പ്ലസ് എം. നമ്മൾ എയും ബിയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വേറ്റിംഗ് എ ആൻഡ് ബി നമുക്ക് എന്ത് കിട്ടും? എം ബൈ 2m പ്ലസ് എം ഈക്വൽ ടു 1/6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 6m ഈക്വൽ ടു 2m പ്ലസ് എം. ഇത് പുറത്ത് കൊടുക്കുന്ന 6m മൈനസ് 2m പ്ലസ് എം. 6m ഇവിടെ ഈക്വൽ ടു m ആണ്. 6m മൈനസ് 2m 4m. 4m ഈക്വൽ ടു ക്യാപിറ്റൽ M. അങ്ങനെയാണെങ്കിൽ m ബൈ m എന്തായിരിക്കും? 4. ഈ ആൻസർ കിട്ടിയില്ലേ? അതിനാണ് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് ഈ ഫോർമാറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏതൊരു ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A particle which is experiencing a force is given by F equal to 3I minus 12J undergoes a displacement of D equal to 4I. If the particle had a kinetic energy of 3 joules at the beginning of the displacement, what is its kinetic energy at the end of the displacement? Given options. ഈ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മേൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് എക്സ്പീരിയൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുന്നുണ്ട് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഗിവൺ 3 ജൂൾസ് ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം. ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഒരു മെറ്റീരിയൽ ഒരു പാർട്ടിക്കിളിന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു വർക്ക് അവിടെ തന്നിട്ടുണ്ട്. കാരണം there is a force acted on the particle and it has moved some distance. അങ്ങനെ നമുക്കിവിടെ എത്ര വർക്ക് ഡൺ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മളെടുത്ത ഒരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വർക്ക് എത്ര ഡൺ ആയത്, എത്ര വർക്ക് ചെയ്തെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 3I minus 12J into 4I. വെക്ടർ മൾട്ടിപ്ലിക്കേഷനിൽ ഓരോ വേരിയബിളിൻ്റെ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ജെയിന് ഇവിടെ ഒരു ടേം ഇല്ല, ഇവിടെ -0 അല്ലെങ്കിൽ +0J എന്ന് കൺസിഡർ ചെയ്തിട്ട് ഇത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേമിനാണ് 3×4 ആണ്. 3×4 എത്ര? 12 ജൂൾസ്. അതായിരിക്കും നമ്മുടെ നെറ്റ് വർക്ക് ഡൺ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം ഒരു വർക്ക് ഡണ്ണിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബൈ സീയിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കൈനറ്റിക് എനർജി. അതായത് വർക്ക് ഡൺ ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ആസ്, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. നമുക്ക് ഇങ്ങനെ വർക്ക് ഡണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിട്ട് ഇവിടെ നമുക്കുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്ക് എത്ര വർക്ക് ഡൺ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ നമുക്ക് ഇത് കാണാമല്ലോ. ഈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇപ്പുറത്തോട്ട് കൊടുക്കുന്ന ഫൈനൽ കൈനറ്റിക് എനർജി വുഡ് ബി ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ പ്ലസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. എത്രയായിരിക്കും? 12 പ്ലസ് 3 15 ജൂൾസ്. ഇതാണ് ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. An alpha particle of mass m suffers one-dimensional elastic collision with a nucleus at rest of unknown mass. It is scattered directly backwards, losing 64% of its kinetic energy, initial kinetic energy. The mass of the nucleus is given options. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ? ഒരു ആൽഫ പാർട്ടിക്കിൾ വിത്ത് മാസ് എം, ഒരു ന്യൂക്ലിയസ് വിത്ത് ഒരു അൺനോൺ മാസ്, അത് നമ്മൾ ക്യാപിറ്റൽ എം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് രണ്ടും കൊളൈഡ് ചെയ്തിട്ട്, അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. നമ്മൾ ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് v ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇത് കൊളൈഡ് ചെയ്യുന്നത് എലാസ്റ്റിക് കൊളീഷനാണ്. എലാസ്റ്റിക് കൊളീഷന് ശേഷം ഈ ആൽഫ പാർട്ടിക്കിൾ
അത് വന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ബാക്ക്വേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത് വിത്ത് പെർട്ടിക്കുലർ വെലോസിറ്റി. നമ്മൾ അതിന് v1 കൺസിഡർ ചെയ്യണം. ഇനി ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ പാർട്ടിക്കിൾ ഇതിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ആൽഫ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് 64% ലോസ്റ്റ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത്, എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതായത് അതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി 64% മൈനസ് 100 36% ആണ് അതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി. ഈ ന്യൂക്ലിയസിന് എന്ത് സംഭവിച്ചു? ഈ 64% ലോസ്റ്റ് ആയത് ഈ ന്യൂക്ലിയസ് ഗെയിൻ ചെയ്യും. കാരണം എനർജി ഒരു സ്ഥലത്ത് ലോസ്റ്റ് ആയാൽ വേറെ സ്ഥലത്ത് അത് ഗെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ആൽഫ പാർട്ടിക്കളുടെ ഫൈനൽ കൈനറ്റിക് എനർജി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഹാഫ് mv1 സ്ക്വയർ ഇക്വൽ ടു, ഇതിന് 64% ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ലോസ്റ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 36% ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അതിനുണ്ട്. 36% ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ മാസും ഈ ഹാഫും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? v1 സ്ക്വയർ ഈക്വൽ ടു 36% എന്താ? 36/100 0.36 ഇൻറ്റു v സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ട v1 നമുക്ക് എന്ത് കിട്ടും? 0.6 v ആയിട്ട് കിട്ടില്ല. v1 വാല്യൂ നമുക്കതിന് ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞ് ഈ ന്യൂക്ലിയസ് 64% ഓഫ് ആൽഫ പാർട്ടിക്കിളുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ ഗെയിൻ ചെയ്തെന്ന് പറഞ്ഞു ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഹാഫ് m v2 സ്ക്വയർ ഈക്വൽ ടു 64% ഓഫ് ഹാഫ് mv സ്ക്വയർ. ഇവിടെ ഹാഫ് ഹാഫ് ക്യാൻസൽ ആവും. v2 സ്ക്വയറിന് ഒരു സൈഡിൽ കൊടുത്താൽ 64% എന്ന് വെച്ചാൽ 64/100 0.64 m ഇപ്പുറത്ത് കൊടുത്താൽ m/m v സ്ക്വയർ. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുകയാണെങ്കിൽ v2 ഈക്വൽ ടു 0.64 സ്ക്വയർ റൂട്ട് 0.8 the root of m/M into v. ഇത് നമുക്ക് ഇക്വേഷൻ സെക്കൻഡ് ആയിട്ട് കാണാം. ഇത് നമുക്ക് v1ന്റെ v2ന്റെ രണ്ട് ഇക്വേഷൻസ് കിട്ടി അവരുടെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇനി ഒരു കൊളീഷനിൽ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. എലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം കൺസേർവ്ഡ് ആണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം ആയിരിക്കും ഫൈനൽ മൊമെന്റം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇനീഷ്യൽ മൊമെന്റം mv ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മൊമെന്റം ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ കമ്പൈൻഡ്. ന്യൂക്ലിയസിന്റെ മൊമെന്റം എന്താ? m v2. ആൽഫ പാർട്ടിക്കിൾ മൊമെന്റം നെഗറ്റീവ് ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. മൈനസ് mv1. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് v1നും v2നും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമുക്ക് v1ന്റെ v2ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ mv ഈക്വൽ ടു m v2ന്റെ വാല്യൂ എന്താ? ഇൻറ്റു 0.8 റൂട്ട് m/m v മൈനസ് ഇത് 0.6 m ഇൻറ്റു 0.6 v. നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടില്ല. ഇനി ഇവിടെ m ഉം v ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ mv എന്നുള്ളത് ഈ mv-നായിട്ട് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനിപ്പുറത്തോട്ട് കൊണ്ടുവരാം. mv പ്ലസ് 0.6 mv ഈക്വൽ ടു 0.8 ഇൻറ്റു ഈ m ബൈ റൂട്ട് m എന്തായിരിക്കും? റൂട്ട് m അല്ലേ? റൂട്ട് m ഇൻറ്റു m എന്ന് കിട്ടും v. ഇത് മനസ്സിലായില്ലേ? ഇത് റൂട്ട് m ബൈ റൂട്ട് ക്യാപിറ്റൽ M ആണ്. അപ്പോൾ m ബൈ റൂട്ട് ക്യാപിറ്റൽ M എന്തായിരിക്കും? റൂട്ട് ക്യാപിറ്റൽ M ആയിരിക്കും. അതിനെ അങ്ങനെ എഴുതിയത്. ഇനി 1 mv പ്ലസ് 0.6 mv എന്തായിരിക്കും? 1.6 mv. ഇത് 0.8 റൂട്ട് m ഇൻറ്റു m v. v
ക്യാൻസൽ ചെയ്യാം. 0.8 ഇവിടെ കൊടുത്താൽ 1.6 ഡിവൈഡ് ബൈ 0.8 എത്ര 2 ആണ്. 2m ഈക്വൽ ടു m ഇൻറ്റു m, റൂട്ട് m ഇൻറ്റു m. ഇനി റൂട്ട് ഒഴിവാക്കാൻ നമുക്ക് ഇതിൻ്റെ ബോത്ത് സൈഡിലും സ്ക്വയേഴ്സ് കാണാം. അങ്ങനെയാണെങ്കിൽ 4m² ഈക്വൽ ടു m ഇൻറ്റു ക്യാപിറ്റൽ M എന്ന് കിട്ടില്ലേ. ഇതിൽ ഈ എമ്മും ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ 4m ഈക്വൽ ടു m എന്ന് കിട്ടും. അതായത് ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നുണ്ട്. ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ എന്താണ് 4m എന്ന് കിട്ടിയില്ലേ. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം v1 ഉം v2 കണ്ട് അത് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഇട്ട് ഡിറൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആൻസറിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ.